ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ മിസ് കൊമേഴ്സ്. അപ്പോൾ നമ്മൾ എം.കോം തേർഡ് സെമസ്റ്ററിലെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന പേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അനലൈസിസ് അതാണ് കേട്ടോ നമ്മൾ നോക്കണത്. ഇതിൽ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ബോണ്ട്, ബോണ്ടിൻ്റെ ടൈപ്പ്, ക്യാരക്ടറിസ്റ്റിക്സ്, അഡ്വാൻറ്റേജ്, ബെനിഫിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റിലോ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. ഇന്ന് നമ്മൾ നോക്കുന്നത് YTM എന്താണെന്ന് കേട്ടോ. YTM എന്ന് പറയുന്നത് എന്താ? ദ ഈൽഡ് ടു മെച്യൂരിറ്റി, അതായത് ഈൽഡ് ടു മെച്യൂരിറ്റീനെയാണ് നമ്മൾ YTM എന്ന ഷോർട്ട് ഫോമിൽ പറയുന്നത്. YTM ഈസ് ദ മോസ്റ്റ് യൂസ്ഡ് മെഷർ ടു നോ ദ റിട്ടേൺ ഓൺ ബോണ്ട്സ്. ബോണ്ടിൽ നിന്നും കിട്ടുന്ന റിട്ടേണിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെഷറാണ് നമ്മുടെ YTM എന്ന് പറയുന്നത്. YTM ഓർ ഈൽഡ് ടു മെച്യൂരിറ്റി. The yield or return on the instrument is held till its maturity is known as the yield to maturity. അതായത് ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഈൽഡോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണോ നമ്മൾ മെച്യൂരിറ്റി വരെ ഹെൽഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് YTM. ഇറ്റ് ഈസ് ബേസിക്കലി മെഷർ ദ ടോട്ടൽ ഇൻകം എയിൻഡ് ബൈ ദ ഇൻവെസ്റ്റർ ഓവർ ദ എൻറ്റയർ ലൈഫ് ഓഫ് ദ സെക്യൂരിറ്റി. അതായത് സെക്യൂരിറ്റീൻ്റെ എൻറ്റയർ ലൈഫിൽ ഇൻവെസ്റ്റർ എത്രത്തോളം ടോട്ടൽ ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് YTM ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ആ ടോട്ടൽ ഇൻകത്തിൽ എന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത് നോക്കാം. അതിൽ ഫസ്റ്റ് വന്നിട്ടാണ് കൂപ്പൺ ഇൻകം. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂപ്പൺ ഇൻകം എന്ന് പറയുന്നത് ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ദ അക്രൂസ് ഫ്രം ദ ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും നമുക്ക് അക്രൂ ചെയ്യുന്ന ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ കൂപ്പൺ ഇൻകം എന്ന് പറയുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് അറ്റ് ദ കൂപ്പൺ റേറ്റ്, ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ ദ കൂപ്പൺ ഇൻകം. അതായത് കൂപ്പൺ ഇൻകത്തിൽ നിന്നും കോമ്പൗണ്ട് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് അറ്റ് കൂപ്പൺ റേറ്റ്. ഇനി തേർഡ് വന്നിട്ട് എന്താ? ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോസ്. അതെന്താണ്? അയാളുടെ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ആരാണോ നടത്തുന്നത് അവരുടെ എന്താ പ്രൈസ് പെയ്ഡ് ഫോർ ദ സെക്യൂരിറ്റി ആൻഡ് പ്രൊസീഡ്സ് റിസീവ്ഡ് ഓൺ റിഡംഷൻ അല്ലെങ്കിൽ മെച്യൂരിറ്റി. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ അടച്ചിട്ടുള്ള പൈസ ഉണ്ടല്ലോ, അതും അതുമാതിരി നമ്മൾ മെച്യൂരിറ്റി സമയത്ത് നമുക്ക് കിട്ടുന്ന റിസീവ് ചെയ്യുമല്ലോ കുറച്ച് പൈസ, അതും അതിൽ നിന്ന് എന്താ ലോസ് ആണോ ഗെയിൻ ആണോ സംഭവിച്ചത്, ആ മൂന്നാണ് ടോട്ടൽ ഇൻകത്തിൽ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വന്നിട്ട് കൂപ്പൺ ഇൻകം, രണ്ടാമത്തത് ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് അറ്റ് കൂപ്പൺ റേറ്റ്, മൂന്നാമത്തത് ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി 3 തരത്തിലുണ്ട് കേട്ടോ മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട്. നമ്മൾ ഇതിൽ പാറിൽ, ഡിസ്കൗണ്ടിൽ, പ്രീമിയം. അപ്പോൾ എക്സ്പെക്റ്റഡ് റിലേഷൻഷിപ്പ് നമ്മളിങ്ങനെ കാണിക്കുക. പാറിലാണെങ്കിൽ കൂപ്പൺ റേറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് ഈൽഡ് ഈസ് ഈക്വൽ ടു YTM, അതായിരിക്കും നമ്മുടെ വരിക. ഇനി ഡിസ്കൗണ്ടിലാണെങ്കിൽ എന്താ? ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 100 ഉള്ളത് ഒരു 90, 95, അപ്പോൾ എല്ലാം കുറയുമ്പോൾ അതായത് ലെസ് ദെൻ ആയിരിക്കും. കൂപ്പൺ റേറ്റ് ലെസ് ദെൻ കറണ്ട് ഈൽഡ് ലെസ് ദെൻ YTM. ഇനി പ്രീമിയത്തിലാണെങ്കിലോ മോർ ദെൻ ആയിരിക്കും, അതായത് കൂപ്പൺ റേറ്റ് മോർ ദെൻ കറണ്ട് ഈൽഡ് മോർ ദെൻ YTM. ഇനി അസംഷൻസ് നോക്കാം. 3 അസംഷൻസ് ആണ് ഉള്ളത്. അതായത് ദർ ഷുഡ് നോട്ട് ബി എനി ഡീഫോൾട്ട്. ഒരു ഡീഫോൾട്ടുകളും നമ്മൾ എന്താണ് ആ ബോണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് പാടില്ല. ദ ഇൻവെസ്റ്റർ ഹാസ് ടു ഹോൾഡ് ദ ബോണ്ട് ടിൽ മെച്യൂരിറ്റി വരെ എന്താ ഇൻവെസ്റ്റർ ബോണ്ടുകൾ ഹോൾഡ് ചെയ്യണം. ഇനി ആൾ ദ കൂപ്പൺ പേയ്മെൻറ്റ് ഷുഡ് ബി റീഇൻവെസ്റ്റഡ് ഇമ്മീഡിയറ്റ്ലി അറ്റ് ദ സെയിം ഇൻട്രസ്റ്റ് റേറ്റ് ആസ് ദ സെയിം ഈൽഡ് ടു മെച്യൂരിറ്റി ഓഫ് ദ ബോണ്ട്. അതായത് നമുക്ക് എന്താ കൂപ്പൺ പേയ്മെൻ്റ് ആയിട്ട് കിട്ടുമല്ലോ, അത് നമ്മൾ സെയിം ഇൻട്രസ്റ്റ് റേറ്റിൽ എന്താ റീഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, പെട്ടെന്ന് തന്നെ റീഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. സെയിം ഈൽഡ് ടു ദ മെച്യൂരിറ്റി ഓഫ് ദ ബോണ്ട്, അതായത് ആ ബോണ്ടിൻ്റെ മെച്യൂരിറ്റീൻ്റെ സെയിം ഈൽഡിൽ തന്നെ നമ്മൾ നടത്തണം എന്നാണ് പറയുന്നത്. അതാണ് 3 അസംഷൻസ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് മെത്തേഡ് നോക്കാം. മെത്തേഡ് ഫോർ കാൽക്കുലേറ്റിംഗ് YTM ഏതൊക്കെ മെത്തേഡാണുള്ളത്? ഫോർമുല മെത്തേഡും ട്രയൽ ആൻഡ് എറർ മെത്തേഡും. 2 മെത്തേഡുകളാണ് ഉള്ളത് കേട്ടോ. അതിൽ ഫസ്റ്റ് മെത്തേഡ് ഫോർമുല മെത്തേഡ്. അത് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഇക്വേഷൻ വന്നിട്ട് അപ്രോക്സ് YTM ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. C + F - P ഡിവൈഡഡ് ബൈ N ഓൾ ഡിവൈഡഡ് ബൈ F + P ഡിവൈഡഡ് ബൈ 2 × 100 കൂടി ചെയ്യണം കേട്ടോ, എന്നാലേ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അതിൽ C എന്ന് പറയുന്നത് എന്താണ്? കൂപ്പൺ പേയ്മെൻറ്റ്. F എന്ന് പറയുന്നതോ ഫേസ് വാല്യൂ, അതായത് നമ്മൾ ഇത് വാങ്ങണ സമയത്ത് ഫേസ് വാല്യൂ എത്രയായിരിക്കാം, നമ്മൾ ബോണ്ട് വാങ്ങണ സമയത്തുള്ള ഫേസ് വാല്യൂ ഇല്ല, അതിനാണ് അവിടെ പറയണത് F എന്ന് പറയുന്നത്. ഇനി P എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈസ് ദ ഇൻവെസ്റ്റർ പെയ്ഡ് ഫോർ ദ ബോണ്ട്. ബോണ്ടിന് എത്രയാണോ ഇൻവെസ്റ്റർ പൈസ അടച്ചിട്ടുണ്ടായിരിക്കുക അതിനാണ് P എന്ന് പറയുന്നത്. N നമ്പർ ഓഫ് ഇയേഴ്സ് നോർമലി അറിയാലോ. അതന്നെ നമ്മൾ ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ആൻ ഇൻവെസ്റ്റർ പർച്ചേസ്ഡ് എ ബോണ്ട് ഓഫ് ₹1000 ഫോർ ₹920.
അപ്പോൾ എത്രയായിരുന്നു ഇതിൽ ഫേസ് വാല്യൂ ആണ് നമ്മുടെ 1000 വന്നിട്ടുള്ളത്. അതുമാതിരി പി എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസ് ദ ഇൻവെസ്റ്റർ പെയ്ഡ് ഫോർ ദ ബോണ്ട്. ഇവിടെ എത്ര രൂപയ്ക്കാണ് ഇൻവെസ്റ്റർ ഇത് ബോണ്ട് വാങ്ങിയിരിക്കുന്നത്, 920 ആണ് ഇവിടെ വന്നിട്ട് നമ്മുടെ പി എന്ന് പറയുന്നത്. ദ ഇൻട്രസ്റ്റ് ഈസ് 10%. 10% ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്, അതായത് കൂപ്പൺ പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളത്. ആൻഡ് ഇറ്റ് വിൽ മെച്യൂർ ഇൻ 10 years. കാൽക്കുലേറ്റ് അപ്രോക്സ് YTM. 10 വർഷത്തിൻ്റെ ഉള്ളിലാണ് അത് മെച്യൂർ ആവുന്നത്. അതുമാതിരി YTM കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് സി, കൂപ്പൺ പേയ്മെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മുടെ ഫേസ് വാല്യൂ അതായത് 1000നെ 10% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര 100 ആണ് നമ്മുടെ ഇവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് സി എന്ന് പറയുന്നത് സി ഈസ് ഈക്വൽ ടു 100 ആണ് വരുന്നത്. അതുമാതിരി ഓൾറെഡി പറഞ്ഞു, എഫ് എന്ന് പറയുന്നത് ഫേസ് വാല്യൂ, അതായത് ഇവിടെ 1000, അതുമാതിരി പി എന്ന് പറയുന്നത് 920, എൻ എന്ന് പറയുന്നത് എത്രയാണ് 10. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും കിട്ടി. ഇനി ഇത് മൾട്ടിപ്ലിക്കേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്ര അപ്രോക്സ് YTM ഈസ് ഈക്വൽ ടു എഴുതുക. സി എന്ന് പറയുന്നത് എത്രയാണ്, കൂപ്പൺ നമ്മൾ പറഞ്ഞു 100 + 1000 എഫ് മൈനസ് 920 ആണ് നമ്മുടെ പ്രൈസ്, ഡിവൈഡഡ് ബൈ 10 നമ്പർ ഓഫ് ഇയേഴ്സ്, ഓൾ ഡിവൈഡഡ് ബൈ 100 + 920 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉത്തരം കിട്ടണത്? അപ്രോക്സ് YTM എന്ന് പറയുന്നത് ഇവിടെ 11.25 ആണ് നമ്മുടെ ഇവിടെ YTM ആയിട്ട് വരുന്നത്. ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ 11.25 ആണ് കേട്ടോ വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫോർമുല മെത്തേഡ് വെച്ചിട്ട് നമ്മൾ YTM കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും എന്താണ് നമ്മൾ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക, ഫേസ് വാല്യൂ, അതുമാതിരി ഓൾറെഡി നമ്മൾ എത്ര പ്രൈസിനാണോ വാങ്ങിയിട്ടുള്ളത് അത്, മെച്യൂരിറ്റി ഡേറ്റ്, നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും. അതെന്നെ വെച്ചിട്ട് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് 100 കൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സ് YTM കിട്ടും. അങ്ങനെയാണ് ഫോർമുല മെത്തേഡ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇക്വേഷൻ ഒന്ന് നന്നായിട്ട് നോക്കി വെക്കുക, അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താ, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ, ദ ഫെയർ പ്രൈസ് ഓഫ് ദ സ്ട്രേറ്റ് ബോണ്ട് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഡിസ്കൗണ്ടിങ് ദ എക്സ്പെക്റ്റഡ് ക്യാഷ് ലോസസ്. എക്സ്പെക്റ്റഡ് ക്യാഷ് ലോസസിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഫെയർ പ്രൈസ് ഓഫ് ദ ബോണ്ട് നമ്മൾ എന്താ ഡിറ്റർമൈൻ ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ദ പ്രസൻറ്റ് വാല്യൂ ടെക്നിക്ക് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ YTM. ഇതിൽ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ടെക്നിക്കാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഈ ടേബിൾ വാല്യൂ വെച്ചിട്ട് കണ്ടുപിടിക്കുമല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പം മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇക്വേഷൻ പറയാം. മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു സിഗ്മ C ഡിവൈഡഡ് ബൈ 1 + YTM റേസ് ടു T + F ഡിവൈഡഡ് ബൈ 1 + YTM റേസ് ടു N. ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞ മാതിരി തന്നെയാണ്. ഇവിടെ C കൂപ്പൺ പേയ്മെൻ്റ് ആണ് വരുന്നത്, F നമ്മുടെ ഫേസ് വാല്യൂ വരുന്നത്, പിന്നെ T, പിന്നെ YTM, പിന്നെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്. C എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞതാ കൂപ്പൺ പേയ്മെൻ്റ് ആണ്. F എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ഓഫ് ദ ബോണ്ട് റിസീവ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഹോൾഡിംഗ് പീരീഡ്. ഹോൾഡിംഗ് പീരീഡിൻ്റെ എൻഡിൽ എത്രയാണോ ഫേസ് വാല്യൂവിൽ നിന്ന് നമ്മൾ ബോണ്ട് റിസീവ് ആവുന്നത് അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കാം. Suppose a bond having a face value of ₹1000 with a coupon rate of 50% is purchased from the market for ₹900. There are still 5 years for maturity of the bond and it is paid on par value. What will be the YTM in this case? ഓക്കെ, ഇതിലെന്താ പറയണത്, ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1000ഉം അതുമാതിരി കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് 50%. അപ്പോൾ സി എന്ന് പറയുന്നത് എത്രയാണ്, നമ്മുടെ 1000ൻ്റെ 50% ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുക, 150 ആണ് കിട്ടുന്നത്. അതുമാതിരി എന്താ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് വാങ്ങിയത്, അത് 900-നാണ് വാങ്ങിക്കുന്നത്. അതുമാതിരി ഈ ഇവിടെ പറയുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കേണ്ടത്, എപ്പോഴാണ് മെച്യൂരിറ്റി ആവണത്, ഇവിടെ 5 ഇയേഴ്സിൻ്റെ സമയത്തല്ലേ മെച്യൂരിറ്റി ആവണമെന്ന് പറയുന്നത്. ദർ ആർ സ്റ്റിൽ 5 ഇയേഴ്സ് ഓർ ദ മെച്യൂരിറ്റി ഓഫ് ദ ബോണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് ഇത്ര 5 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യണ സമയത്ത് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം. അപ്പം നമുക്ക് ഇവിടെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, ആന്വിറ്റി കണ്ടുപിടിക്കണം. അതുമാതിരി പ്രസൻറ്റ് വാല്യൂ ഫാക്ടറൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് YTM കാണാൻ വേണ്ടിയിട്ട് YTM ഒന്ന് അസ്യൂം ചെയ്യാം. ഇവിടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. അതൊരു YTM അസ്യൂം ചെയ്യും. ഇപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് ഒരു 20% YTM ആണ്. അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും, ഇവിടെ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് പറഞ്ഞു മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു C, അതായത് 150. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ 900 ഈസ് ഈക്വൽ ടു C എന്ന് പറയുന്നത് 150 ഡിവൈഡഡ് ബൈ 1 + YTM പ്ലസ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്ര, 1000 ഡിവൈഡഡ് ബൈ 1 + YTM റേസ് ടു 5. അങ്ങനെ നമ്മൾ എഴുതി വയ്ക്കുക.
ഓക്കെ, അത് എഴുതിയതിന് ശേഷം നമ്മളിവിടെ ഇവിടെ നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ 900 ഈസ് ഈക്വൽ ടു 150, അതായത് കൂപ്പൺ പേയ്മെൻറ്റ് ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ആനുറ്റി ഇൻറ്റു 5 years 20% പ്ലസ് 1000 എത്രയാണ് നമ്മുടെ ഫേസ് വാല്യൂ ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 5 years 20%. അങ്ങനെ നമ്മൾ എഴുതണം കേട്ടോ. അതിനുശേഷം നമ്മുടെ 900 ഈസ് ഈക്വൽ ടു 150 ഇൻറ്റു, ഇനി നമ്മുടെ ടേബിൾ വാല്യൂ ഉണ്ടല്ലോ, അതായത് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ആനുറ്റി ടേബിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ 20%, അതായത് അപ്രോക്സ് YTM നമ്മൾ എടുക്കുന്നത് 20%. ആറ് നമ്മുടെ തന്നിട്ടുണ്ടായിരിക്കും, അതുമാതിരി നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 20%, അതായത് 20 എന്ന് എഴുതിയിട്ട് നിങ്ങൾ 5 years വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ ഉത്തരം കിട്ടണത് ഒന്ന് നോക്കി നോക്കൂ. 2.9906 ആണ് നമുക്ക് കിട്ടണത്. അതായത് 6 വന്നിട്ട് നമ്മുടെ താഴത്തേക്കും ഹൊറിസോണ്ടലായിട്ട് തന്നിട്ടുണ്ടായിരിക്കും. 6 നമുക്ക് വെർട്ടിക്കലായിട്ട് തന്നിട്ടുണ്ടായിരിക്കും. അതുമാതിരി നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് എത്ര ഹൊറിസോണ്ടലായിട്ട് തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2.9906 ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. പ്ലസ് നമ്മുടെ ഇവിടുത്തെ 1000 ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, അതായത് ലാസ്റ്റ് ഇത് തന്നിട്ടുണ്ടായിരിക്കുമല്ലോ ടേബിളിൻ്റെ ഫസ്റ്റ് ടേബിൾ, അതായത് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 5 yearsൽ 20% നോക്കുക. അപ്പം നമുക്ക് കിട്ടണ ഉത്തരം എത്രയാണ്? 4.4019 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ടേബിളിൽ നോക്കിയിട്ട് നോക്കാം കേട്ടോ, അല്ലെങ്കിൽ ഞാനിവിടെ നോക്കാം സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്ന സമയത്ത് 150 ഇൻറ്റു 2.9906 പ്ലസ് 1000 ഇൻറ്റു 4.4019 ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടുക? 448.59 പ്ലസ് 401.90 ആണ് കിട്ടുന്നത്. അപ്പോൾ 900 ഈസ് ഈക്വൽ ടു ₹850.49. അപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 900. നമുക്ക് കിട്ടിയിരിക്കുന്നത് കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 850 ആണ്. അപ്പം നമ്മുടെ എന്താ ഈക്വൽ ആയിട്ടില്ല. അപ്പം ഈ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും കുറവാണ് കാൽക്കുലേറ്റഡ് വാല്യൂ. അതുകൊണ്ട് എന്താ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഇനി YTM എടുക്കാൻ പോകുന്നതുണ്ടല്ലോ, അത് നമ്മൾ കുറച്ചിട്ട് എടുക്കാം. അതായത് നമ്മുടെ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റഡ് YTMനെക്കാട്ടിലും കുറവാണെങ്കിൽ നമ്മളെന്താ കുറവായിട്ടുള്ള YTM ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 20% എടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് എത്ര? 80% ആണ് നമ്മൾ അടുത്തത് എടുക്കുന്നത്. കുറവായതുകൊണ്ട് നമ്മൾ കുറവായിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റ് ആണ് എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുന്നു. 900 ഈസ് ഈക്വൽ ടു 150 ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ആനുറ്റി 5 years 80% പ്ലസ് 1000 ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 5 years 80%. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ 5 years തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ നമ്മൾ അപ്രോക്സ് YTM, അതായത് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 80%. അപ്പോൾ നമ്മൾ ടേബിൾ വാല്യൂവിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ 20 നോക്കിയെടുത്ത് നമ്മളെന്താ 18 നോക്കണം കേട്ടോ. അപ്പോൾ 5 yearsൽ 18 നോക്കുന്ന സമയത്ത് എത്ര പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ആനുറ്റി ടേബിളിൽ നമുക്ക് കിട്ടുന്നത് 3.1272 ആണ് കിട്ടുന്നത്. അപ്പം 900 ഈസ് ഈക്വൽ ടു 150 ഇൻറ്റു 3.1272 പ്ലസ് 1000 ഇൻറ്റു ഇനി പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ടേബിളിൽ നോക്കുന്ന സമയത്ത് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 4.371. അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് നോക്കാൻ അറിയുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ടേബിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ ഇതിലാണ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ആനുറ്റി ടേബിളും അതിൻ്റെ തൊട്ട് മുന്നത്തേലാണ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ടേബിളും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് വെച്ചിട്ട് നോക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എത്ര? 900 ഈസ് ഈക്വൽ ടു 469.08 പ്ലസ് 437.10 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം 900 ഈസ് ഈക്വൽ ടു എത്ര? 906.18 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ മാർക്കറ്റ് വാല്യൂ 900നെക്കാട്ടിലും കൂടുതലാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. അപ്പം നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ എവിടെയാണ് നമ്മുടെ അപ്രോക്സ് YTM ആയിട്ട് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ലീനിയർ ഇൻ്റർപോലേഷൻ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ, അത് കണ്ടുപിടിക്കാൻ. അപ്പോൾ 80%ഉം 20%ഉം 20%ൻ്റെ ഇടയിൽ എവിടെയാണോ നമ്മുടെ ഉത്തരം കിടക്കുന്നത് YTM. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലീനിയർ ഇൻ്റർപോലേഷൻ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. അതറിയുന്നു വിചാരിക്കുന്നു. YTM ഈസ് ഈക്വൽ ടു
ലോയർ റേറ്റ് പ്ലസ് പ്രസൻറ്റ് വാല്യൂ ലോയർ റേറ്റ് മൈനസ് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ലോയർ റേറ്റ് മൈനസ് പ്രസൻറ്റ് വാല്യൂ ഹയർ റേറ്റ് ഇൻറ്റു ഹയർ റേറ്റ് മൈനസ് ലോയർ റേറ്റ്. ഓക്കെ, ഇതിൽ ഹയർ റേറ്റും ലോയർ റേറ്റും എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഹയർ റേറ്റ് എന്ന് പറയുന്നത് 20%, അതുമാതിരി ലോയർ റേറ്റ് എന്ന് പറയുന്നത് 80%. ഓക്കെ, ഇനി നമ്മളിതിൽ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടണത് എത്രയാണ്? ഇവിടെ YTM എന്ന് പറയുന്നത് LR ലോയർ റേറ്റ് എന്ന് പറയുന്നത് 18 പ്ലസ് പ്രസൻറ്റ് വാല്യൂ ലോയർ റേറ്റ് എത്രയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചല്ലോ, അത് എത്രയാണ്? 906.18 മൈനസ് മാർക്കറ്റ് പ്രൈസ് 900 ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ലോയർ ഫാക്ടർ 906.80 മൈനസ് പ്രസൻറ്റ് വാല്യൂ ഹയർ റേറ്റ്. പ്രസൻറ്റ് വാല്യൂ ഹയർ റേറ്റ് എത്രയാണ്? 850.49 ആണ് നമ്മുടെ വരുന്നത്. അപ്പോൾ 850.49 ഇൻറ്റു ഹയർ റേറ്റ് മൈനസ് ലോയർ റേറ്റ്, അതായത് 20 മൈനസ് 80%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും ഉത്തരം? 80 പ്ലസ് ഇവിടെ നമ്മുടെ 906.18 മൈനസ് 900 ചെയ്യുന്ന സമയത്ത് 6.18 ഡിവൈഡഡ് ബൈ 906.18 മൈനസ് 850.49 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര? 55.69. 20 മൈനസ് 8 ചെയ്യുന്ന സമയത്ത് എത്ര? 2 അല്ലേ? അപ്പോൾ ഇൻറ്റു 2 ചെയ്യുക, അവിടെ മൾട്ടിപ്ലൈ 2 ചെയ്യുമ്പോൾ 80 പ്ലസ് ഇവിടെ 6.18 ഡിവൈഡഡ് ബൈ 55.69 ഇൻറ്റു 2. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 0.22 ആണ്. അപ്പോൾ 8 പ്ലസ് 0.22 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 80.22% ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ YTM എന്ന് പറയുന്നത്. YTM എന്ന് പറയുന്നത് എത്രയാണ്? 80.22% ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ YTMൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു അപ്രോക്സ് ആയിട്ട് ഒരു YTM നമ്മൾ അസ്യൂം ചെയ്യുന്നു. YTM ഒരു പെർസെൻറ്റേജ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതിൽ നിന്നും പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ആനുറ്റി വെച്ചിട്ടും ചെയ്യണു, അതുമാതിരി പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ വെച്ചിട്ടും ചെയ്യണു. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ടേബിൾ വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൈസും കാൽക്കുലേറ്റഡ് വാല്യൂ സെയിം ആണ് നോക്കുക. സെയിം അല്ല, അതായത് കുറവാണ് നമുക്ക് കിട്ടണതെങ്കിൽ എന്താ, അടുത്ത ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ എന്താ കുറവായിട്ട് വേണം എടുക്കാം കേട്ടോ. അതുമാതിരി നമ്മളിപ്പോൾ ഹയ്യറാണ് കിട്ടണതെങ്കിലോ അപ്പോൾ നമ്മളെന്താ ഹയ്യർ ആയിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 20% എടുത്തിട്ട് നമ്മൾ ലോയർ വാല്യൂ കിട്ടിയതുകൊണ്ട് വീണ്ടും ലോയർ റേറ്റ്, അതായത് 80% ആണ് എടുത്തിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 വാല്യൂ കിട്ടുമല്ലോ, അതിൻ്റെ ഇടയിലായിരിക്കും. അപ്പോൾ ഈ ലീനിയർ ഇൻ്റർപോളേഷൻ മെത്തേഡ് ഇക്വേഷൻ ഉപയോഗിക്കുക. എന്നിട്ട് കാൽക്കുലേറ്റഡ് വാല്യൂസ് എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് YTM കറക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ കിട്ടും. ഇവിടെ 80.22% ആണ് നമ്മുടെ YTM ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ YTM കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് ഫോർമുല മെത്തേഡ്, രണ്ടാമത്തത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. 2 മെത്തേഡും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റത്തേൻ്റെ ഇക്വേഷൻ കാണാപ്പാഠം പഠിക്കുക കേട്ടോ, ഫോർമുല മെത്തേഡിൻ്റെ. പിന്നെ രണ്ടാമത്തതിൻ്റെയും ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് പിന്നെ ടേബിൾ വാല്യൂ കൂടി നമുക്ക് ആവശ്യമുണ്ട്, അതും കൂടി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ വരും കേട്ടോ, എക്സാമിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, യൂസ്ഫുള്ളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയറൊക്കെ ചെയ്യും കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്